ശരി, നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് പറ. നികിത. താമസം? തിരുമല. പഠിക്കുന്നത്? വിമൻസ് കോളേജ്. വിമൻസ് കോളേജിൽ എത്രയിലാ? ഞാൻ ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ, ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഓക്കെ. പ്രിയങ്ക. പ്രിയങ്ക എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. ഹൗസ് വൈഫ്. സുനില് സൗണ്ട് എഞ്ചിനീയർ ആണ്. ഓക്കെ, ഞാൻ ചോദിക്കാൻ മറന്നല്ല, പേരിന്റെ കൂടെ ഇനിഷ്യലുള്ള ഒരു ജീവിയുടെ പേര് പറയാം. പേരിന്റെ കൂടെ ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു ജീവിയുടെ പേര് പറയാം. ഉറുമ്പിന്റെ ഇനിഷ്യൽ എന്തിനാ? അല്ല, പേരിന്റെ കൂടെ ഇനിഷ്യൽ വരും. ഫ്ലൂ. ഫ്ലൂ. ഫ്ലൂ മൃഗശാലയിലുള്ള ഒരു ജീവിയാണ്. കൊരങ്ങനെ. നമ്മൾ അങ്ങനെ കൊരങ്ങനെന്ന് പറയും. കൊരങ്ങനെന്ന് അങ്ങനെ ആരെയും പറഞ്ഞു ഇനിഷ്യൽ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ISI മാർക്കുള്ളത്. ക്വാളിറ്റി കുരങ്ങന്മാരുടെ അങ്ങനെ ചിലപ്പോ ആയിരിക്കാം, അതിനൊരു പേരുണ്ടാവും. ഇത്രയൊക്കെ പറയാമെങ്കിൽ പിന്നെ അത്രയും കൂടി പറഞ്ഞിടോ മക്കളെ. ആ പിന്നെ ഏകദേശം അടുത്തെത്തി. അതാണ് കുസൃതി ചോദ്യമാണ്. അതിന്റെ അടുത്തൂടെ എങ്ങനെയെങ്കിലും ഒക്കെ പോവും. പാമ്പിന്റെ ഇൻഷ്യൽ എന്ന് പറയോ? മോളെ പേരെന്താണ്? നികിതയുടെ ഇൻഷ്യൽ എന്തിനാണ്? സുനിൽ. സുനിൽ. നികിത സുനിൽ എന്ന് പറയോ? നികിത എസ് എന്ന് നമ്മൾ ചെറിയ ചുരുക്കത്തിൽ പറയോ? സുനിൽ പി. അപ്പൊ ഒരു പി ഇല്ലേ അവിടെ? ഉണ്ടല്ലോ. അങ്ങനെ പേര് ചേർന്ന് വരുന്ന ഒരു ജീവിയുടെ പേരാ ഞാൻ ചോദിച്ചത്. ഇൻഷ്യലും കൂടി ചേർന്ന് വരും. പാമ്പ്. പാമ്പിന്റെ നമുക്ക് ഇൻഷ്യൽ പറയാൻ പറ്റില്ലല്ലോ. ബുദ്ധിയുള്ളവരാ. അങ്ങോട്ട് ആരും തലയിൽ വെക്കണ്ട. ഏകദേശം അടുത്ത് വന്നതാണ്. ഒറാങ്കൊട്ടാങ്ങ. ചിന്തിച്ചു നോക്കൂ എല്ലാരും പെടാം. വളരെ സിമ്പിൾ ചോദ്യമാണ്. കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആരുടേതാ? കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആരുടേതാ? അല്ല, ഇതൊരു കുസൃതി ചോദ്യമാണ്. കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആരുടേതാ? എന്ത് ഒരു മെറ്റീരിയൽ ആയിരിക്കും? എന്തെങ്കിലും ഉപകരണം? ഉള്ളി. അത് സ്വയം നമ്മളല്ലേ കരയണത്? സ്വയമായിട്ട് കരയും ആയുസ് തീരുന്നത് തീരും. സാധനമാണോ? ജീവിയല്ല. നിങ്ങളൊക്കെ വർഷത്തിൽ 1-2 പ്രാവശ്യമൊക്കെ എടുക്കുന്നതുണ്ട്, ചിലവര് ആഴ്ചയിൽ എടുക്കുന്നതുണ്ട്. ഈ പറഞ്ഞ സാധനത്തിന്, ഉപകരണത്തിന് ആഴ്ചയിലൊക്കെ നമ്മൾ എടുക്കും. ചിലപ്പോ ആവശ്യങ്ങളൊക്കെ വരും. ആവശ്യങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും. കറക്റ്റ് ആൻസർ ആണ് മെഴുകുതിരി. മനസ്സിലായോ? ഹിന്ദിയിലാറ്. ഉറുമ്പിന്റെ അപ്പന്റെ പേര് പറ. അത് എവിടെ കേട്ട് പഠിച്ചാണല്ലോ? ഇന്നലെ ഇവിടെ കേട്ട് പഠിച്ച പേരാണല്ലോ. ഇന്നലെ സ്വന്തം പേര് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ജീവിയുടെ പേര്. കുരുവി. കുരുവി പറഞ്ഞോണ്ട് നടക്കും. സ്വന്തം പേര് എപ്പോഴും പറഞ്ഞോണ്ട് നടക്കും. കുസൃതി ചോദിച്ചാൽ ഓടി വന്നല്ലോ. ഒന്ന് പറഞ്ഞു ചുമ്മാ നിൽക്കുകയാണ്. ആ കൊച്ചിനെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാനായിട്ട്. പക്ഷി. കാക്ക. കാക്ക എങ്ങനെ വിളിക്കും? എങ്ങനെ? അത് കാക്ക എന്നാണ് പേര് വിളിക്കുന്നത്. അതിന്റെ പേരാണ് വിളിക്കുന്നത്. അല്ലാതെ സുദീപ് സുന്ദരൻ അങ്ങനെയൊന്നും അല്ലേ വിളിക്കുന്നത്? കാക്ക തന്നെ. കാക്ക. കാക്ക അങ്ങനെയാണല്ലേ? ഒന്ന് വിളിച്ചോ അങ്ങോട്ട്. കാക്ക. ഇത് ഏതോ മുസ്ലിം കാക്ക വിളിക്കുമ്പോഴേ ജമാലിക്ക് മുസ്ലിം. ഏത് കാക്ക? പാപ്പളി. കൃത്യമായിട്ട് പറ. വിളിക്കും. കാക്കേനെ ഉറപ്പിച്ചോ? ശരി, സമ്മതിച്ചു. ഉത്തരം ശരി തന്നെയാണ്. ഇപ്പൊ സമ്മാനം വേണ്ടേ? ആണല്ലോ. 3 പറഞ്ഞ. കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലമുണ്ട്? 140. ഒന്നേ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി പറയാം. 140. എന്നാൽ 140 ആണെങ്കിൽ 140 പറയാം. 141 പറയാം. ഒരെണ്ണം സെലക്ഷനാണ്. അതായത് ഈ 40 പേര് 140 പേരോട് തിരഞ്ഞെടുക്കുന്നതാണ് ഒരാളെ, ഒരു ആംഗിൾ വേണ്ടി. അങ്ങനെ 141 ആംഗിൾ. അപ്പം 141 അതിന്റെ ഉത്തരം. ഓക്കെ, സമ്മാനം തരാലോ. ഇത് പിടിച്ചോ. ഇതിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നുണ്ട് ഉടനെ. പാട്ട് ഓർമ്മിച്ചിരിക്കാനാണ് തന്നത്. പാട്ട് അല്ല, മാറ്റി ഞാൻ പാടിക്കാൻ പറ്റും. അത് അമ്മയും മോളും കൂടി പാടി പറ്റും. ആ 2 പേര് പാടിയത്. അച്ഛൻ സൗണ്ട് എഞ്ചിനീയർ, അമ്മയും മോളും കൂടി പാടും. വരൂ. വിളിച്ച് തിരുമല മൊത്തം പ്രൈസ് കിട്ടും.
മിമിക്രി അറിയാമോ? അപ്പൊ പൂച്ചയുടെ ശബ്ദം കൂടി പറ. പൂച്ച പൂച്ച വിളിക്കുന്നത് എങ്ങനെയാണ്? മിമിക്രിയല്ലേ പൂച്ച വിളിക്കുന്നത്? പട്ടി കളിക്കുന്നോ? ഞാൻ എത്ര പ്രാവശ്യം ചോദിക്കുന്നു ഒരു പാട്ട് പാടുമ്പോളെ പാട്ടിന്റെ ഇല്ല. നീ മണി തുളുപ്പി നീ എന്നരികിൽ നിന്നു കണ്ണു നീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരഞ്ഞടി പോ വെറുമഞ്ഞടി പോ. ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.